വേണുഗോപാലോട് കേരള ഹൗസിലാണുള്ളത്. അതിൽ അവിടെ നിന്ന് കേരളത്തിലുള്ള MP-മാർ മാർച്ചായി ജന്തർ മന്ദറിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. അതിലേക്ക് ഓരോരുത്തരായി അണിചേരുകയാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള NCP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് MP-മാരാണ് ഇപ്പോൾ കേരള ഹൗസിൽ നിന്നും ജന്തർ മന്ദറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവരിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവരുണ്ട്. ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറുകയാണ്. നിങ്ങൾ കൂടി അതിൻ്റെ ഭാഗമാകും. തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത ഒരു പ്രത്യേക സമരത്തിന് നേതൃത്വം കൊടുത്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP എന്ന കക്ഷികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ സമരമനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളെ കാണുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെയും ഇന്നും പാർലമെന്റിൽ ഈ പ്രശ്നം അടിയന്തര പ്രമേയ രൂപേണ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ട് കേവലമായ പ്രതികരണം പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട നമ്മുടെ ലോക്സഭാ സ്പീക്കറെ രാഹുൽ ഗാന്ധി അടക്കം ഞങ്ങളെല്ലാവരും നേരിൽ പോയി കണ്ട് സംസാരിച്ചതാണ്. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ 12 മണിക്ക് അവസരം നൽകാമെന്ന് സ്പീക്കർ ആ യോഗത്തിൽ ഉറപ്പ് നൽകിയെങ്കിൽ പോലും 12 മണിയായപ്പോൾ അതിനുള്ള അവസരം പോലും നൽകിയിട്ടില്ല. ഈ പ്രശ്നം സഭയിൽ അവതരിപ്പിക്കാൻ പോലും അവസരം നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ കൊടിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനവികാരം, പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ നീക്കവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതായത് NK പ്രേമചന്ദ്രൻ MP ഉണ്ട്, മുസ്ലിം ലീഗിന്റെ അബ്ദുൽ വഹാബ് MP, അബ്ദുൽ സമദ് സമദാനി, ഒപ്പം ET മുഹമ്മദ് ബഷീർ, ഹാരിസ് ബീരൻ അടക്കമുള്ള രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP-മാരുണ്ട്. മുസ്ലിം ലീഗും ഈ നിലയ്ക്ക് ഇറങ്ങുകയാണ്. മുസ്ലിം ലീഗ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സമരം ചെയ്യുന്നവരോട് സജീവമായിട്ട് തന്നെ സമരരംഗത്ത് ഞങ്ങളുണ്ടാകും. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത്തരം വലിയൊരു പ്രശ്നം, ഈ നാടിനെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഭാവിയിലെ ജനലക്ഷങ്ങളായിട്ടുള്ള അവരുടെ മക്കൾ, അവരുടെ പ്രതീക്ഷ, ഇതിൽ മുഴുവൻ തകർക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതിയാണ് സംഭവിച്ചിട്ടുള്ളത്. ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലെന്ന പോലെ കുട്ടികൾ ആ സ്വഭാവത്തിലേക്ക് പോകേണ്ടി ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞു, പാർലമെൻറ്റിൽ ചർച്ച ചെയ്തത് എന്താ കുഴപ്പം? ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പാർലമെൻറ്റിൽ സംസാരിക്കാനോ ഒരു വാക്ക് ഉന്നയിക്കാനോ പോലും തയ്യാറായിട്ടില്ല ഗവൺമെൻറ്. ആ തെറ്റായ സമീപനത്തിനെതിരായി അതോടൊപ്പം തന്നെ പടവരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ മുഖ്യധാരയിൽ, സമരത്തിൻ്റെ മുഖ്യധാരയിൽ സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി. സമദാനി സാഹിബ്, യുവാക്കൾക്കെതിരെയുള്ള അട്രോസിറ്റിയാണ് ഇന്നലെ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ഇത് ഇന്നലെ കണ്ടത് ഇന്ത്യയിലെ യുവജന സമൂഹത്തോടുള്ള വലിയ രീതിയിലുള്ള വളരെ ക്രൂരമായ പ്രതികരണമാണ്. ഈ പ്രശ്നം തന്നെ ഇന്ത്യയുടെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. ഒരു പരീക്ഷയിൽ നിന്ന് പോയി വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുന്നിടത്തുനിന്ന് പോയി അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള വിപുലമായ മാനങ്ങളുണ്ട്. ഗുരുതരമായ സാഹചര്യമാണ്. ഇന്ത്യയിലെ യുവജന സമൂഹത്തിൻ്റെ ഭാവിയെ തന്നെ വളരെ ഭീഷണാത്മകമായൊരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ബഷീർ സാഹിബ് പറഞ്ഞു, ഇവിടെ പ്രേമേന്ദ്രൻ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടി ഇന്നും ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരുന്നു. മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ഇന്ന് ലോക്സഭാ സ്പീക്കർക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതാണ്. എല്ലാ വിധത്തിലും ഇത് നിയമപരമായി പാർലമെൻറ്റിനകത്ത് പരിഹരിക്കാനുള്ള സകല ശ്രമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നു. അതിനോടും വളരെ നിസ്സംഗമായിട്ട് പ്രതികരിക്കുന്നു. ഈ സമരത്തെ ആകട്ടെ വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്താൻ നോക്കുന്നു. അത് ജനാധിപത്യത്തോടുള്ള ഭരണഘടനാപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു കാര്യം കൂടി, വിദ്യാഭ്യാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരീക്ഷയുടെയും ക്രെഡിബിലിറ്റി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അത് ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും വലിയ കെടുതിയാണ്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതമാണ് ഈ ഓരോ സഹായങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിശക്തമായ നിലപാടാണ്. ഇപ്പോൾ RSP, മുസ്ലിം ലീഗ് MP-മാർ അല്പസമയത്തിനുള്ളിൽ തന്നെ ജന്തർ മന്ദറിലേക്ക് ഐക്യദാർഢ്യം എന്ന നിലയിൽ എത്തുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കേരള ഹൗസിന് തൊട്ട് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നിന്നാണ് ഈ MP-മാർ മുന്നിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇപ്പോൾ ഈ തൊട്ട് മുന്നിൽ തന്നെ ഒരു 200 മീറ്റർ മുൻപിൽ തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് ആളുകളെ തടയുന്ന സ്ഥിതിയുണ്ട്. നിയന്ത്രണത്തോടു കൂടിയാണ് ആളുകളെ കടത്തിവിടുന്നത്. എല്ലാവരെയും ആ നിലയിൽ പോകാൻ അനുവദിക്കുന്നില്ല. ഏതായാലും സമരം തുടരും എന്നുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ കാണാം. ജന്തർ മന്ദറിൽ കഴിഞ്ഞ ദിവസമാണ് വലിയ തോതിൽ പ്രശ്നമുണ്ടാകുന്നതും സംഘർഷമുണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ 200 മീറ്റർ അപ്പുറത്താണ് ജന്തർ മന്ദറിൽ പ്രതിഷേധം തുടരുന്നത്. അല്പസമയത്തിനകം തന്നെ കേരളത്തിൽ നിന്നുള്ള MP-മാർ ജന്തർ മന്ദറിലേക്ക് ഐക്യദാർഢ്യം എന്ന നിലയിൽ മാർച്ച് ചെയ്തു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാധു, നോബിൾ മാരിക്കാരൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നോബിൾ, സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ സന്ധ്യ മയങ്ങിയാലും ഇരുട്ട് പരന്നാലും സമരവുമായി മുന്നോട്ട്
പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരവും കുത്തിയിരിപ്പ് പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ എന്നാണോ പ്രതിപക്ഷം വിചാരിക്കുന്നത്? അത് കോൺഗ്രസിന്റെ ഇതുവരെയുള്ള നിലപാട് അങ്ങനെ തന്നെയാണ്. തൽക്കാലം ഇവിടെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല നിലപാട് അവർ ആവർത്തി വ്യക്തമാക്കുന്നു. അവർ അവിടെ ഇന്നുമൊക്കെ പ്രതിഷേധിക്കുകയാണ്, ശക്തമായ മുദ്രാവാക്യം വിളിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആവേശം ഒത്തുചേരാതെ ഇപ്പോൾ ഈ സമരക്കാർക്കൊപ്പം എംപിമാർക്കൊപ്പം പിന്തുണയാൻ നിൽക്കുന്നു. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ശക്തമായി നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ഇനിയിപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കും എന്നാണ് ദില്ലി പോലീസിനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. നമുക്ക് കാണാൻ കഴിയും കൂടുതൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലേക്ക് എന്താണെങ്കിലും ഇങ്ങോട്ട് കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷ അടക്കം ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ രാത്രിയോടെടുക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടാവുന്നതിന് മുൻപ് ഒരുപക്ഷെ എംപിമാരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ദൃശ്യമായി കാണാൻ കഴിയും കൂടുതലായുള്ള കേന്ദ്രസേനയെ അടക്കം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അടക്കം ഇങ്ങോട്ട് വിന്യസിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷ ഇവിടെ ഒരുക്കി. ഇത്ര നേരം ഇങ്ങനൊരു സുരക്ഷ ഈ വലയത്തിൽ ഈ പറഞ്ഞ എംപിമാർ പ്രതിഷേധിക്കുന്ന ഈ വലയത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ അങ്ങനെ സുരക്ഷ കൂടി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ എംപിമാരെ ഇവിടുന്ന് മാറ്റാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ആവേശം പൂർണ്ണമായും ശക്തമായ നിലപാടുമായാണ് ഇപ്പോൾ എന്താണെങ്കിലും രംഗത്തേക്ക് വരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇപ്പോഴും തുടരുന്നു. അവർ പ്രതിഷേധം ഒട്ടും ആവേശം ചോരാതെ ഇപ്പോഴും വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ പ്രതിഷേധം അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം ഏകദേശം 3 മണി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. അപ്രതീക്ഷിതമായി തുടങ്ങിയ മാർച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സാധാരണഗതിയിൽ ഒരു മാർച്ചും എത്തിപ്പെടാൻ കഴിയുന്ന പതിവില്ല. പക്ഷെ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് നയിച്ച ഈ മാർച്ച് ഇവിടം വരെ എത്തി. ഈ മരച്ചുവട്ടിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇനി എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് നേരത്തെ എംപിമാരെ ഒരു കൂട്ടം ആളുകളെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എംപിമാരെ ഒക്കെ പലരെയും അറസ്റ്റ് കൊണ്ടുപോയിരുന്നു. ഇനിയും അറസ്റ്റിലേക്ക് കടക്കുകയാണോ? ഇനിയും നേതാക്കളെ കസ്റ്റഡിയെടുത്ത് മാറ്റുകയാണോ നടക്കുമ്പോൾ ചോദ്യങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. നിലവിൽ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ ദൂതുമായി പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ചർച്ചയ്ക്ക് വേണ്ടി എത്തിയ ജിതേന്ദ്ര സിംഗ് നടത്തിയ സമവായ നീക്കങ്ങൾ പാളുകയും അദ്ദേഹം കേന്ദ്ര സർക്കാരിൽ പോയി അക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം വീണ്ടും ചർച്ചയ്ക്ക് വരുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തതക്കുറവുണ്ട്. BJP നേതൃത്വമാണെങ്കിൽ ഈ പ്രതിഷേധത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ NDA യോഗത്തിലടക്കം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ല, എല്ലാവരെയും ശിക്ഷിക്കുമെന്നാണ്. പക്ഷെ അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കാര്യം പോലും പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നതും ഒപ്പം ചർച്ചകൾക്ക് കൂടുതൽ അനുമതി നൽകാത്തത് ഇപ്പോൾ പാർലമെന്റ് ലോക്സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് പോയി കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും നേതാക്കൾക്ക് പ്രതിഷേധിക്കാൻ ഒരുപക്ഷെ അനുമതി നൽകിയിരുന്നെങ്കിൽ ഈ തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു നിലപാട്. സഭയ്ക്കകത്ത് പ്രതിപക്ഷാംഗങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും പറയാനുള്ള അനുമതി നൽകിയിരുന്നെങ്കിൽ പിന്നെ ഇത്തരത്തിലല്ലാതെ എങ്ങനെ പ്രതിഷേധിക്കുമെന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ആ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് PC വിശ്വനാഥ്, കേരളത്തിലെ മന്ത്രി PC വിശ്വനാഥിനടക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. അദ്ദേഹം ദില്ലിയിൽ ചർച്ചകൾക്ക് വേണ്ടി എത്തിയതാണ്. അദ്ദേഹത്തെ അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹമടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് എന്താണെങ്കിലും ഇപ്പോൾ കണ്ടിരിക്കുന്നത്. രാത്രിയോടെടുക്കുമ്പോഴും ആവേശം ചോരാതെ കോൺഗ്രസ് എംപിമാർ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നു. രാജിവെക്കൂ പ്രധാനമന്ത്രി, വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത വിദ്യാർത്ഥികളെ നടുറോട്ടിൽ തല്ലിച്ചതച്ച ഇന്ന് ആറന്മുളയിൽ പോയപ്പോൾ പല വിദ്യാർത്ഥികളും രാഹുൽ ഗാന്ധിയോട് പങ്കുവച്ചത് അതിക്രൂരമായ രീതിയിലാണ് ദില്ലി പോലീസ് തങ്ങളെ കൈകാര്യം ചെയ്തത് എന്നാണ്. ആ കൈകാര്യം ചെയ്ത രീതി ഒട്ടും ശരിയായില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊപ്പം അതിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് പാർലമെന്റിൽ വിശദീകരിക്കുന്ന നിലപാടക്കം പങ്കുവച്ചുകൊണ്ടാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് എന്താണെങ്കിലും ഒരു ഉദ്ദേശവും ഒരു തീരുമാനവും ഈ ഘട്ടത്തിൽ എടുത്തിട്ടില്ല. വരും മണിക്കൂറിൽ എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധം എന്ന കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട്. കാരണം ദില്ലിയിൽ ഇന്നലെ ഉണ്ടായതിന് സമാനമായി തന്നെ വലിയ സുരക്ഷ, വലിയ ജനക്കൂട്ടം, വലിയ പ്രതിഷേധങ്ങൾ, വലിയ മാർച്ചുകളൊക്കെ ഇന്നും ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. ജില്ലയിലെ പല ഭാഗങ്ങളിലും പ്രവർത്തകർ കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു, യുവാക്കൾ വരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി സമാന്തരമായി രാജ്ഭവനിലേക്കടക്കം മാർച്ചുകൾ നടക്കുന്നതെന്ന സൂചനയും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നതാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോഴും ഇവിടെ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു.